ഹായ് ഹലോ, എല്ലാവർക്കും സമയം ഒരുപോലെ തന്നെയാണ് അല്ലേ? ഇപ്പോൾ എനിക്ക് വേറെ സമയം, നിങ്ങൾക്ക് വേറെ ഒരു സമയമല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരേ സമയമാണ്. പക്ഷേ അത് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ എൻ്റെ ലൈഫിലൂടെ മാറ്റിയ ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ ചിലവരിനെ സംബന്ധിച്ച് എന്താണ് ഫോൺ യൂസ് ചെയ്ത് അവരുടെ ടൈം വേസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ കിട്ടുന്ന നേരം മൊബൈൽ യൂസ് ചെയ്യും. മൊബൈൽ യൂസ് ചെയ്ത് എന്താണ് അവരുടെ ഇൻ്റർനെറ്റ് തീർക്കും. അതല്ലാണ്ട് അന്നത്തെ ദിവസം മൊത്തം വേസ്റ്റാക്കും. പിന്നെ ചിലവരിനെ സംബന്ധിച്ച് ഒരു ഓപ്പർച്യൂണിറ്റി തരും. ഈ ഒരു ഓപ്പർച്യൂണിറ്റി തരാൻ കാരണം എന്താണ്? അവർക്ക് അവരുടെ ജീവിതത്തിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹമുള്ളവർ അങ്ങനെ തിരഞ്ഞു പോകും. പിന്നെ അടുത്ത മൂന്നാമത്തെ കാറ്റഗറിയിലുള്ളവരിനെ സംബന്ധിച്ച് ഇന്നത്തെ കാര്യം ഇന്നിങ്ങനെ നടന്നു പോട്ടെ, പിന്നെ അത് നാളേക്കല്ലേ, നാളെ നോക്കാം, ഏത് കാര്യം അവർ ചെയ്യാൻ തീരുമാനിച്ചാലും അത് നാളേക്ക് നോക്കുക എന്ന് പറഞ്ഞു പോകുന്നവർ ഒരുപാട് പേരാണ്. ഒന്ന് മാത്രം മനസ്സിലാക്കുക, ഇന്നത്തെ സമയം നാളെ നമുക്ക് തിരിച്ചു കിട്ടണം എന്നില്ല. ഇന്നത്തെ ദിവസം ഇന്നത്തോടെ കഴിഞ്ഞു. പക്ഷെ നാളത്തെ ദിവസവും ഇതേപോലെ കഴിയുകയാണെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ ആഗ്രഹിച്ചിറങ്ങണം. നിങ്ങൾ ഒറ്റ ഒരു ഡെസിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങളുടെ മാറ്റാനോ നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റാനോ ആരും വരത്തില്ല. നിങ്ങൾ മാറണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മാറ്റുക, അത്രയേ ഉള്ളൂ. സ്വയം മാറിക്കഴിഞ്ഞാൽ ജീവിതവും നല്ല രീതിയിൽ മാറും. എനിക്കിതാണ് പറയാനുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ ഞാൻ മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചിരുന്നത് കൊണ്ട് കാര്യമില്ല. മാറ്റം വേണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ചു. എൻ്റെ ജീവിതം മാറി, അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഞാനും ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെ ഫോൺ നോക്കി എൻ്റെ ടൈം വേസ്റ്റ് ചെയ്ത് ഒരുപാട് ദിവസങ്ങൾ അങ്ങനെ കളഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഒന്ന് മാത്രം മനസ്സിലാക്കിയാൽ കളഞ്ഞുപോയ ദിവസങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു വരില്ല കേട്ടോ. അപ്പോൾ ഇനി വരാനുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ ചെയ്തു പോകുക, പ്രവർത്തിക്കുക. പ്രവൃത്തിയിലൂടെ നിങ്ങളുടെ വിജയത്തിനെ നേടാൻ സാധിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എത്ര വലിയൊരു സിറ്റുവേഷനൊക്കെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ.